ഇന്നലെ നമ്മുടെ ബോസ് തിരിച്ചു വരുന്നേ. ഇന്നത്തെ 10:30 ഫ്ലൈറ്റിന് വരാന്ന് പറഞ്ഞേ. ബോംബെ നിന്നൊക്കെ വന്ന് ഇറങ്ങുന്നില്ലേ, ഒന്നവിടെ നമുക്കൊരു ചെലവ് ചെയ്യാൻ പറയാല്ലേ. അതെന്തായാലും ചെയ്യാന്നാണല്ലോ ബോസ് പറഞ്ഞേ. നമുക്കൊന്ന് എയർപോർട്ടിൽ പോയി നിൽക്കാം. എയർപോർട്ടിൽ പോയി നിൽക്കാൻ സമയമായ? പിന്നെ ആയില്ലേ, 10:30 ഫ്ലൈറ്റിനാണ് ബോസ് വരണേ. ഇപ്പൊ തന്നെ 10 മണി കഴിഞ്ഞു. ആ സമയം കളയണ്ട, വേഗം എല്ലാവരും വണ്ടി എടുത്തോ, നേരെ അവിടെ പോയി നിന്നേക്കാം. എന്നാ വേഗം എല്ലാവരും വണ്ടി കയറിക്കോ, സമയം കളയണ്ട. ബോസ് അവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ വലിയ സീനാവും. ரொம்ப தூரம் போயிட்டேன். ஃபுல்லா முடிச்சிட்டு தான் திரும்பி வர முடியும். தமிழ் BGM. നിങ്ങളോട് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഞാൻ പോയ പിന്നെ ഇവിടെ വല്ല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ബോസേ, നമ്മളോട് പ്രശ്നം ഉണ്ടാക്കാൻ മാത്രം വളർന്ന ഒരുത്തനോട് ഇല്ലല്ലോ. അതെപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാകണം. ഒരുത്തന് നമ്മുടെ മേലെ കൈവെക്കാൻ നിൽക്കില്ല. അങ്ങനെ ഒരുത്തൻ കൈവച്ച് അവൻ ഈ സിറ്റി വിട്ട് പോകും തോന്നുന്നുണ്ടോ ബോസേ? അത് തന്നെയാണ് എനിക്കും വേണ്ടേ. ആർക്കെന്നോട് ചെലവ് ചോദിച്ചില്ലായിരുന്നോ? നിങ്ങൾ വണ്ടി എടുത്തോ, ആദ്യം തന്നെ അതങ്ങ് തീർത്തേക്കാം. ഓക്കെ ബോസ്. മച്ചു, ഞാനൊന്ന് ഇറങ്ങട്ടെ. അടാ നീ ഇനി എങ്ങോട്ടാ? ഞാൻ ഇനി നേരെ ഒന്ന് വീട്ടിലോട്ട് പോകണം. എന്നിട്ടൊരു കല്യാണത്തിന് പോകാനുണ്ട്. മച്ചു വരുന്നുണ്ടോ? ഞാനില്ല, ഞാൻ ഇങ്ങനെയാടാ വിളിക്കാത്ത കല്യാണത്തിനൊക്കെ വരുന്നേ. ഓ, മച്ചു വന്നിട്ട് വിളിക്കാത്ത കല്യാണത്തിനൊന്നും പോകാത്ത പോലെ. അല്ല, ഞാൻ അങ്ങനെ പോവാറുണ്ട്, എന്നാലും അതിപ്പോ ശരിയല്ലെന്ന് തോന്നിടാ. എന്റെ കൂടെ വരുന്നുണ്ടേ പോരും, ഞാൻ എന്തായാലും ഒറ്റയ്ക്കല്ലേ പോണേ. അപ്പൊ കൂട്ടിക്കൊണ്ട് വന്നെയാന്ന് പറയാലായിരുന്നു ചോദിച്ചാ. അല്ലടാ, അന്ന് ശരിയാവൂല, നീ പോട്ട് വാ. ഓക്കെ, എന്നാ പിന്നെ ഞാൻ പോട്ട് വരാം. അടാ ഓക്കെ, പോട്ട് വന്നിട്ട് സമയം ഉണ്ടേ വിളിക്കേ. ഞാൻ നോക്കട്ടെ, എവിടെയെങ്കിലും പോകാൻ പറ്റുമെങ്കിൽ നമുക്ക് പോവാം. ശരി. അടാ ഓക്കെ.
ആ മേത്ത് കെട്ടിട്ട് അങ്ങോട്ടാണ് പോണേ. എന്നാന്ന് മേത്തേട്ടിട്ട് അങ്ങോട്ടാ പോന്നേന്നോ? ആടാ അത് തന്നെ അറിഞ്ഞോണ്ട് മേത്ത് കെട്ടിട്ട് പോയാന്ന് എനിക്കറിയാം. അറിഞ്ഞോണ്ട് മേത്തേട്ടിട്ട് പോവാണെങ്കിൽ നീ എന്നെ ചെയ്യും? ഇന്ന് പറഞ്ഞോണ്ടിരിക്കാതെ സോറി പറഞ്ഞിട്ട് വീട്ടിൽ പോകാൻ നോക്കടാ. എടാ നീ അത്രയ്ക്കായോടാ? എന്താ ബോസ് ഇവിടെ പ്രശ്നം? ഇവൻ വന്ന് എന്നെ തട്ടിയിട്ട് ഇവൻ എന്നെ പേടിപ്പിക്കാൻ നോക്കുന്നു. ബോസ് ഇവിടെ ഇട്ട് തീർക്കണ്ട, നമുക്ക് നമ്മുടെ ഫാക്ടറി കൊണ്ടുപോകാം. ഇവിടെ ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും. എടാ നിങ്ങളൊന്നും എന്നെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ ഇവനോടൊന്നും. ബോസ് ഇവിടെ എല്ലാവർക്കും നമ്മളെ പറ്റി അറിയാം. ഇവൻ പുതിയതായിരിക്കും സിറ്റിയിൽ. എവിടെയാടാ നിന്റെ വീട്? എന്റെ വീട് ഇവിടെ സിറ്റി 2-ലാ. നിങ്ങൾ വെറുതെ എന്തിനാ എന്നെ തല്ലുന്നേ? നിനക്കപ്പോ മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാം, എന്നിട്ടാണ് നീ ആദ്യം കയറി എന്നെ പേടിപ്പിക്കാൻ നോക്കിയല്ലേ? ഞാനിന്ന് നാട്ടിൽ വന്ന് ഇറങ്ങിയേ ഉള്ളൂ, അപ്പൊ തന്നെ നീ എന്റെ മെക്കിട്ട് കയറാൻ നോക്കുന്നു. എടാ നീ എങ്ങോട്ടാണ് പോണേ? നീ വന്നേ. അല്ല ഞാൻ അവിടെ നിന്ന് പോവാ. ഞാൻ അവിടെ വന്നേയുള്ള നിങ്ങളുടെ പ്രശ്നം. സോറി, ഞാൻ ഇനി ഇങ്ങോട്ട് വരൂല. അങ്ങനെ സോറിയും പറഞ്ഞ് നീ അങ്ങ് പോവാന്ന് വിചാരിച്ചോടാ? അവിടെ നിക്കടാ നീ. എന്റെ പൊന്നെ എന്നെ വെറുതെ വിട്ടേക്ക്. എനിക്ക് നിങ്ങളെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ പിന്നെ വെറുതെ തട്ടിയപ്പോ സോറി പറയാൻ പറഞ്ഞില്ലേ ഉള്ളൂ. അതിന് നിങ്ങൾ തല്ലണോ? എടാ നീ ആരോടാ സോറി പറയാൻ പറഞ്ഞതെന്ന് എനിക്കറിയോടാ. ബോസ് ഇവിടെ ഇട്ട് തീർക്കണ്ട, ഇതിലെടുത്ത് തന്നെ പോലീസ് സ്റ്റേഷനുള്ളതാണ്. ഇവനെ വണ്ടി കയറ്റി. എന്നാ നമ്മുടെ ഫാക്ടറിയിലോട്ട് കൊണ്ടുപോയി അവനെ വണ്ടി കയറ്റി. ഇവന് പുറം ലോകം കാണണ്ട. അതിന് നീയൊക്കെ ഒന്നുകൂടെ ജനിക്കേണ്ടി വരും. അവനെ പിടി, അവൻ ഓടുന്ന. എടാ വണ്ടി സ്റ്റാർട്ടാക്കാൻ എങ്ങനെ പോകുന്നത്? നിങ്ങൾ വണ്ടി എടുക്ക അവിടുന്ന്. എല്ലാരും വണ്ടി വേഗം എടുത്തിട്ട് ഇറങ്ങ്. ഓക്കെ, നമ്മൾ വണ്ടി എടുക്കാം. അവനെ കാറ് പറഞ്ഞ് പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചോ. ഞാൻ നോക്കുന്നില്ല, ഓ മിസ്സായി. വേഗം വണ്ടി എടുക്ക്. നല്ല ട്രൈ ആയിരുന്നു കേട്ടോ, പക്ഷെ അങ്ങ് നടന്നില്ല. ശരിയാ, നമ്മളങ്ങ് വിചാരിച്ച് അങ്ങ് എത്തൂന്ന് കേൾക്കാൻ. എവിടെയൊക്കെ ഇവനെ പിടിച്ച് വണ്ടിയിലോട്ട് കയറ്റി. ബാക്കി നമ്മുടെ സ്ഥലത്തെത്തിയിട്ട് അങ്ങോട്ട് കേരള. അങ്ങോട്ട് നിനക്ക് തന്നെ എത്ര മടി? നിനക്ക് എന്നെ പേടിപ്പിക്കാൻ നേരത്തെ ഇത്ര മടിയില്ലായിരുന്നല്ലോ. ഞാൻ കേറിക്കോളാം, തല്ലണ്ട. ഞാൻ കേറിക്കോളാം. എടാ നിനക്ക് നമ്മളാരാന്നറിയാവോ? ഇല്ല, നിങ്ങളൊക്കെ ആര്? എനിക്ക് നിങ്ങളൊന്നും അറിയില്ല. ഇനിയല്ലേ നീ അറിയാൻ പോകാതെ. വണ്ടി നേരെ ഫാക്ടറിയിലോട്ട് വിട്ടോ. നിനക്കിപ്പോ മനസ്സിലായി കാണുമല്ലോ നമ്മളൊക്കെ ആരായിരുന്നു. ഇവനെ ഞാൻ മറ്റേ സ്ഥലത്തോട്ട് കൊണ്ടുപോകാല്ലേ? ആ ശരിയാ, ഇവനെ മറ്റേ സ്ഥലത്ത് കൊണ്ടിടാം. ഇവന് പുറം ലോകം കാണണ്ട. നിങ്ങൾ എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതൊക്കെ ഇനി നിനക്ക് വഴിയേ മനസ്സിലായിക്കോളൂ.